യുവതിയെ മൂന്നംഗ സംഘം കടന്നുപിടിച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പ്രാണരക്ഷാർത്ഥം യുവതി അലറിക്കരയുന്നതും ബഹളമുണ്ടാക്കരുതെന്ന് സംഘം ആവശ്യപ്പെടുന്നതും ദൃശ്യങ്ങളിലും ശബ്ദത്തിലും വ്യക്തമാണ്. കൂടുതൽ തെളിവുകളുണ്ടെന്നും കുടുംബം വ്യക്തമാക്കുന്നു. സംഭവത്തിലെ 3 പ്രതികളും ഒളിവിലാണ്. യുവതി ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് 3 മാസമായിരുന്നു. ഹോട്ടൽ ഉടമ ദേവദാസ് യുവതിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മോശം സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും യുവതിയുടെ ബന്ധു പറഞ്ഞു. മൂവർ സംഘം താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറിയാണ് ഉപദ്രവിച്ചത്. സംഭവം അറിഞ്ഞ ആശുപത്രിയിൽ എത്തിയപ്പോൾ പരിക്കേറ്റ യുവതി തന്നെയാണ് തെളിവുകൾ നൽകിയതെന്നും ബന്ധു പറയുന്നു. കുട്ടി പറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാല് അവിടെ ശനിയാഴ്ച രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അതിനു മുന്നേ 8:45 കൂടി കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് സംശയിക്കപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിരുന്നു അവള്. അതിനുശേഷം ഒരു 11 മണിയോട് ഇൻസിഡന്റ് നടന്നത്. പക്ഷെ നമ്മളിത് അറിയുന്നത് രാവിലെ ഒരു 3:15 കൂടിയിട്ടാണ്. അപ്പൊ ആ സമയത്തിന് നമ്മൾ അവിടെ നാട്ടിൽ നിന്ന് തിരിച്ചു. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു. അവൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ ബോഡിയൊക്കെ ഇഞ്ചോർഡ് ആയിരുന്നു. മീൻസ് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പൈൻ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടില്ല ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കുന്നത്. പക്ഷെ അവള് നന്നായി സംസാരിച്ചു. അതേസമയത്ത് അവള് തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ തിരയും ചെയ്തു. അതിന് നമ്മൾ മുക്കം പോലീസിൽ അതിനുശേഷം മുക്കം പോലീസ് വന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം മൊഴിയെടുത്തതിന് ശേഷം പോയി. ഇന്നലെ മൊഴിയെടുത്തു. ഇപ്പൊ ഏകദേശം ഒരു 40 മണിക്കൂറോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും 3 പ്രതികളെയും കിട്ടിയതായിട്ട് എന്റെ അറിവിലില്ല. എന്താണ് അന്ന് രാത്രി സംഭവിച്ചതെന്നാണ് അന്ന് കുട്ടി പറഞ്ഞത് അന്ന് ഏകദേശം 11 മണിയോട് കൂടിയിട്ട് 3 പേര്, ഈ ഓണർ, ഈ ഹോട്ടലിന്റെ ഓണർ അയാളും, പിന്നെ ദേവദാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും, പിന്നെ അയാളുടെ സഹായിയായ ഒരാളും, പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനും ചേർന്നിട്ട് ഇവിടെ റൂമിൽ പോവുകയും അതേ സമയത്ത് ചെറിയ പീഡന ശ്രമമോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എന്തോ വീഡിയോസ് മുഴുവനും ഒരു സ്ക്രീൻ റെക്കോർഡിങ്ങിൽ പതിഞ്ഞിട്ടുണ്ട്. ആ ഇൻസിഡന്റിന്റെ മുഴുവൻ വീഡിയോസും സ്ക്രീൻ റെക്കോർഡ് പതിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവള് പുറത്തോട്ട് ചാടുക ചെയ്തത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള പെൺകുട്ടിയുടെ നട്ടലിനും ഇടുപ്പിനും പരിക്കുണ്ട്. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും. സി മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.